ഓഡിയോ കേൾക്കൂടെ ഉണ്ട്. പക്ഷെ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ ഇവിടെ പിടിക്കും. അയ്യപ്പൻ ശാസ്താവാണ്. ശാസ്താവ് പാലാഴി മഥനകാലത്ത് ജന്മം എടുത്ത ശക്തിയാണ്. പിൽക്കാലത്ത് പന്തളം രാജാവിന് ചിരഞ്ജീവികളായ അവരെല്ലാം പന്തളം രാജാവിൻ്റെ ഏതോ ഒരു പന്തളം രാജാവിൻ്റെ കാലത്ത് വനത്തിൽ നിന്ന് ശിശുവായി ആ രാജാവിന് കിട്ടിയ കുട്ടി പിന്നീട് അയ്യപ്പനായി, ശാസ്താവായിരുന്നുകൊണ്ട് തന്നെ അയ്യപ്പനായി മഹിഷിയെ വധിക്കാൻ വേണ്ടി ജന്മം എടുത്ത് അവതാരമെടുത്തതാണ്. അങ്ങനെയൊക്കെയുള്ള പല കഥകളൊക്കെ അങ്ങ് പറയുന്ന ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ശബരിമലയിൽ കാണുന്ന അയ്യപ്പൻ്റെ തുടക്കം അങ്ങയുടെ കാഴ്ചപ്പാടിൽ എവിടെ നിന്നാണ്? ഇപ്പോൾ ശബരിമലയിൽ കാണുന്ന അയ്യപ്പൻ്റെ തുടക്കം ഈ പന്തളം രാജസ്വരൂപം തുടങ്ങിയിട്ട് കുറേ കാലങ്ങൾ കഴിഞ്ഞു. ആ പന്തളദാസനായിട്ട് വന്ന അയ്യപ്പൻ എന്ന ബാലൻ്റെ ആ കാലങ്ങളുള്ള ചരിത്രമാണ് ഇപ്പോൾ പറയുന്നത്. ഞാൻ പറയുന്നത് അതിനു മുൻപുള്ള ചരിത്രമാണ്. അതിനു മുൻപും ഈ പൊന്നമ്പലമേടും ശബരിമലയും എല്ലാം ഉൾക്കൊള്ളുന്ന വലിയൊരു പ്രദേശം. ആ പ്രദേശത്ത് വളരെ ലോകപ്രസിദ്ധമായ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിലെ ദേവനെ കാണുവാൻ ആയിട്ട് ആ ദേവൻ അവലോകിതേശ്വര ബുദ്ധനായിരുന്നു. അവലോകിതേശ്വര ബോധിസത്വനായിരുന്നു. ഈ അവലോകിതേശ്വര ബോധിസത്വൻ എന്ന് പറയുന്നത് തന്നെ ശ്രീബുദ്ധൻ ഒന്നും അല്ല. ശ്രീബുദ്ധൻ എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ ആള് 28ാമത്തെ ബുദ്ധനാണ്. അതിനു മുൻപ് 27 പൂർവ്വബുദ്ധന്മാരുണ്ടായിരുന്നു. അതിൽ 1ാമത്തെ ബുദ്ധൻ ദണ്ഡങ്കര മഹാബുദ്ധൻ എന്ന ആദിബുദ്ധൻ. ആദിബുദ്ധന്റെ മകനാണ് അവലോകിതേശ്വര ബോധിസത്വൻ. അപ്പോൾ ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്ന ശ്രീബുദ്ധന്റെ ആ ബുദ്ധന്മാരുടെ 27 തലമുറയ്ക്ക് അപ്പുറത്തുള്ള ഒരാളാണ് അവലോകിതേശ്വര ബോധിസത്വൻ. അവലോകിതേശ്വരനും നീലാതാരാദേവി എന്നും പറയുന്ന 2 മക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ദണ്ഡങ്കര മഹാബുദ്ധൻ. ആ നീലതാരാദേവിയെയാണ് ഇന്ന് മൂകാംബികയായി നാം അറിയപ്പെടുന്നത്. അവര് 2 പേരും, നീലതാരാദേവിയും അവലോകിതേശ്വരനും 2 പേരും ബോധിസത്വന്മാരാണ്. ബോധിസത്വന്മാർ എന്ന് പറയുന്നത് ബുദ്ധൻ എന്ന പദവിക്ക് തൊട്ട് മുൻപുള്ള അവസ്ഥയിലെത്തുന്ന താപസന്മാരെയാണ്. അങ്ങനെയുള്ള ആ അവലോകിതേശ്വര ബോധിസത്വന്റെ ഒരു ഗുഹാക്ഷേത്രമാണ് ചുരുളിമലയിൽ ഉണ്ടായിരുന്നത്. അതാണ് ആദിക്ഷേത്രം. അന്നും അങ്ങോട്ട് ആ ദേവനെ കാണുവാൻ വേണ്ടി ജീവൻ പണയം വരെ ജീവൻ ഉപേക്ഷിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ തീർത്ഥാടനം ചെയ്തിരുന്നു എന്നാണ് ഹിയുവാങ് സാങ് തന്റെ ഡയറിയിൽ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ 18 ശാസ്താക്ഷേത്രങ്ങൾ കേരളത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഭാർഗവരാമൻ പ്രതിഷ്ഠിച്ചു എന്നൊക്കെയുള്ള കഥകൾ, അതിൽ സത്യമുണ്ട്. ആ ശാസ്താക്ഷേത്രത്തിൽ ധർമ്മശാസ്താവ് എന്ന് പറയുന്ന ശാസ്താവാണ് ശബരിമലയിൽ ഇരിക്കുന്നത്. അങ്ങനെയുള്ള കഥ. അതിൽ ഈ ഭാർഗവരാമൻ ഒക്കെ തന്നെ ചരിത്രത്തിൽ നമ്മൾക്ക് വളരെയധികം പഠിക്കേണ്ടതായിട്ടിരിക്കുന്ന കേരളം സൃഷ്ടിച്ച ഭാർഗവരാമൻ ആരാണ്? പരശുരാമൻ ആരാണ്? കേരളം അതിനു മുൻപ് അദ്ദേഹം രേണുകാപുത്രനായ പരശുരാമൻ തന്നെയായിരുന്നു. അതിനുശേഷം കേരളം സൃഷ്ടിച്ച പരശുരാമൻ എന്ന് പറഞ്ഞാൽ അതിന് ശേഷം വന്നതാണ്. അതും കഴിഞ്ഞ്
വളരെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും പരശുരാമൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതെല്ലാം ചരിത്രത്തിൽ സൂക്ഷ്മമായി പഠനം നടത്തേണ്ട കാര്യങ്ങളാണ്. ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾക്ക് ഈ ഒരു ചെറിയ പഠനത്തോളിലേക്ക് കൂടെ പോകാൻ സാധിക്കുകയില്ല. അത്ര വിപുലമാണ് ഈ വിഷയം. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇപ്പോൾ കാണുന്നത് ശാസ്താവ് എന്ന് പറയുന്ന ആ ശാസ്താ ക്ഷേത്രങ്ങൾ, അത് എല്ലാം തന്നെ ഒരു കാലത്ത് ബുദ്ധമത ക്ഷേത്രങ്ങളാണ്. ഒരു സെക്കൻഡ്